സംഗീത സംവിധായകൻ AR റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദനയെ തുടർന്ന് ഇന്ന് രാവിലെ 7:30ഓടെയാണ് റഹ്മാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ECG, എക്കോകാർഡിയോഗ്രാം തുടങ്ങിയ പരിശോധനകൾക്ക് അദ്ദേഹത്തെ വിധേയനാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് റഹ്മാൻ ലണ്ടൻ യാത്ര കഴിഞ്ഞെത്തിയത്. നോമ്പെടുത്തത് കാരണം ഡീഹൈഡ്രേഷൻ സംഭവിച്ചതാണെന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം പരിശോധനകൾക്ക് ശേഷം അദ്ദേഹം ആശുപത്രി വിട്ടു എന്നുള്ള വിവരവും പുറത്തുവരുന്നു. അടുത്തിടെ അദ്ദേഹത്തിന്റെ ഭാര്യ സൈറ ബാനുവിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവരെ പിന്നീട് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. എന്നാൽ സൈറ ബാനുവിനുണ്ടായ ആരോഗ്യ പ്രശ്നം എന്താണെന്ന് വ്യക്തമല്ല. ആശുപത്രിയിൽ ആയിരുന്നതിന് തൊട്ടു പിന്നാലെ അവർ റഹ്മാനുമായി വേർപിരിയുകയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് തീരുമാനമെടുത്തതെന്നും തങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്നുമാണ് അവർ അന്ന് പറഞ്ഞത്. ഇസൈപ്പയിൽ AR റഹ്മാൻ സംഗീതം കൊണ്ട് ലോകത്തെ കീഴടക്കിയ അത്ഭുത പ്രതിഭയാണ്. ഓരോ കേരളീയന്റെയും ഭാരതീയന്റെയും ചങ്കിലെ സംഗീതമായി AR റഹ്മാൻ മാറിയിട്ട് ഒരുപാട് കാലമായി. പുതുവെള്ളൈമഴ എന്ന റഹ്മാന്റെ താളത്തിൽ പാടുമ്പോൾ കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ ഏത് വേനൽ ചൂടിലും മഞ്ഞു മഴയായി പെയ്തിറങ്ങും. 1967 ജനുവരി 6 ചെന്നൈയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ആദ്യകാല പേര് ദിലീപ് കുമാർ എന്നായിരുന്നു. പക്ഷേ സംഗീതം അദ്ദേഹത്തെ അസാധാരണനാക്കി. പിതാവ് RK ശേഖർ ഒരു പ്രശസ്ത സംഗീത സംവിധായകനായിരുന്നു. എന്നാൽ പിതാവിന്റെ പെട്ടെന്നുള്ള വിയോഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കനലുകൾ പടർത്തി. 60കളിലും 70കളിലും പിതാവിന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് കൊടുത്തായിരുന്നു അവർക്ക് ജീവിക്കാൻ സാധിച്ചതെന്ന് AR റഹ്മാൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നഷ്ടങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ സംഗീതത്തിലേക്ക് നയിച്ചത്. 14-ാം വയസ്സിൽ തന്നെ ഇളയരാജയുടെ കീഴിൽ കീബോർഡ് വാദകനായി സംഗീത രംഗത്തേക്ക് റഹ്മാൻ പ്രവേശിച്ചു. പിന്നീട് ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ പഠിച്ച് പാശ്ചാത്യ സംഗീതത്തിലും മികവ് നേടി. 1992 മണിരത്നത്തിന്റെ റോസ എന്ന സിനിമയിലൂടെ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. ആദ്യ ചിത്രമാകുമ്പോഴും റഹ്മാന്റെ താളത്തിൽ വിരിഞ്ഞ ആ സംഗീതം ലോകം മുഴുവൻ ആസ്വദിച്ചു. തുടർന്ന് ബോംബെ, ദിൽസെ, തളപതി, ജന്തു എന്നിവയിലൂടെ ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ സംഗീതം ശ്രദ്ധിക്കപ്പെട്ടു. ബോളിവുഡിൽ ലഗാൻ, രംഗ് ദേ ബസന്തി, സ്വദേശ്, പശ്ചിമതീരങ്ങളിൽ സ്ലംഡോഗ് മില്യണർ വേദികളിൽ ഓരോ കർമ്മഗീതങ്ങൾ അദ്ദേഹത്തിന്റേതായുണ്ട്. 2009 ജയ്ഹോ എന്ന ഗാനം ഓസ്കാർ തൂവലായി മാറി. ഏകദേശം 6 ഫിലിം ഫെയർ അവാർഡുകൾ, 2 ഓസ്കാർ അവാർഡുകൾ, 2 ഗ്രാമി, പത്മഭൂഷൺ ഉൾപ്പെടെ ബഹുമതികൾ, അങ്ങനെ സംഗീത പ്രതിഭയ്ക്കുള്ള അദ്ദേഹത്തിന്റെ സമ്മാനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതായി മാറി. പക്ഷേ AR റഹ്മാൻ എന്ന സംഗീതത്തിന്റെ തമ്പുരാൻ ഇന്നും അതേ ലജ്ജാലുവാണ്. സംഗീതം പ്രാർത്ഥനയാണ് എന്ന് വിശ്വസിച്ച് മതാതീതമായ സംഗീതയാത്ര തുടരുന്ന സൗഹൃദവും സമാധാനവും പകരുന്ന ഒരു സംഗീത സന്യാസി എന്ന് വേണം AR റഹ്മാൻ എന്ന സംഗീതത്തിന്റെ കുലപതിയെ വാഴ്ത്താൻ. സംഗീതം ഒരു ആയുസ്, അവന്റെ ഓരോ നാദവും കാലാതീതമായി ഉയർന്നു നിൽക്കും എന്ന വരികൾ റഹ്മാന്റെ കാര്യത്തിൽ 100 വട്ടം വാസ്തവമാണ്. ഓരോ നാദവും കാലാതീതമായി ഉയർന്നു നിൽക്കട്ടെ.